Good morning to all. Edge for Advanced Studies in BEGS 183 Writing and Study Skills in the class എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 1 and 2 ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1 and 2 ആണ് എടുക്കാൻ പോകുന്നത്. ഈ യൂണിറ്റ് 1ന്റെ ടൈറ്റിൽ ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ്, യൂണിറ്റ് 2ന്റെ ടൈറ്റിൽ എൻഹാൻസിങ് വൊക്കാബുലറി ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ടൈറ്റിൽ നോക്കുക, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ് ആണ്. അതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ഈ റൈറ്റിംഗ് സ്കിൽസ് കൂട്ടുക അല്ലെങ്കിൽ സ്റ്റഡി സ്കിൽസ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു എൻറ്റയർ ബുക്കിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബ്ലോക്ക് 1ന്റെ യൂണിറ്റ് 1 യൂണിറ്റ് 2 എടുത്ത് നോക്കുക. ആ ടൈറ്റിൽ ഒന്ന് നോക്കൂ, ഡെവലപ്പിംഗ് ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ്. എന്താണ് നമ്മുടെ ഉള്ളിലെ ക്രിട്ടിക്കൽ, അതുപോലെ അനലിറ്റിക്കൽ, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യലാണ് യൂണിറ്റ് 1ന്റെ ഉദ്ദേശം. യൂണിറ്റ് 2 എന്താ? എൻഹാൻസിങ് വൊക്കാബുലറി, നമ്മുടെ വൊക്കാബുലറി കൂട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് നമുക്ക് ആദ്യം അത് നോക്കാം. ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ ആൻഡ് ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ്. നിങ്ങൾ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടാവും. ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക, ഒരു പോർഷൻ തന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. സോ നിങ്ങളത് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 of your friends are arguing about flattening the curve of the spread of COVID-19 in your region. നിങ്ങളുടെ റീജിയനിലുള്ള COVID-19ൻ്റെ ആ ഒരു സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ 2 ഫ്രണ്ട്സ് കൂടി ആർഗ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈച്ച് ഫ്രണ്ട് ഹാസ് മെനി സജഷൻ ടു ഓഫർ. 2 ഫ്രണ്ട്സിനും എന്താണ് കുറേ ഓഫറായിട്ട് എന്ന് വെച്ചാൽ കുറേ സജഷൻസ് ഓഫർ ചെയ്യാനുണ്ട്. ഈച്ച് ഈസ് പ്രസൻറ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ്, വേർഡ്സ് ഓഫ് എക്സ്പേർട്സ് ആൻഡ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ദാറ്റ് മൈ റൈസ്. എന്താണ് 2 പേരും എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, കണക്കുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുപോലെ എന്തൊക്കെ എക്സ്പേർട്ടുകൾ പറഞ്ഞ പല രീതിയിലുള്ള വേർഡ്സുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇനി ഉണ്ടാവാൻ പോകുന്ന ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദ തോട്ട്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓൺ വൺ സൈഡ് ഓഫ് ദ ആർഗ്യുമെൻറ്റ് സീം ടു ഡയറക്ട്ലി കോൺട്രഡിക്ട് ദ ഫിഗേഴ്സ് ആൻഡ് ആർഗ്യുമെൻറ്റ് ഓഫ് ദ അതർ എക്സ്പേർട്സ്. അപ്പോൾ ഒരാളുടെ തോട്ട്സും ഇൻ്റർപ്രിട്ടേഷനും കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആണ് അടുത്ത ആളുടെ തോട്ട്സും ഇൻ്റർപ്രിട്ടേഷനും തമ്മിൽ. സോ എങ്ങനെയാണ് നിങ്ങളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക? ഇതിൻ്റെ ബേസിൽ യു നീഡ് ടു കം ടു എ ഡിസിഷൻ, അല്ലേ? യു നീഡ് ടു ടേക്ക് എ ഡിസിഷൻ അക്കോർഡിംഗ് ടു ദ ആർഗ്യുമെൻറ്റ്സ് ഓഫ് ബോത്ത്, അല്ലേ? 2 ആളുകളുടെയും ആർഗ്യുമെൻറ്റ്സിൻ്റെ ബേസിൽ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തണം. അപ്പോൾ എന്താണ്, നമുക്ക് ഇൻ്റലിജൻ്റ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട് എന്താണ് കൃത്യമായൊരു ആർഗ്യുമെൻറ്റിലേക്ക് എത്തണം. വി നീഡ് ടു പ്രാക്ടീസ് അനലൈസിങ് അവർ ബിലീഫ്സ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ് ആൻഡ് ഇവാലുവേറ്റ് ദം ബൈ ലുക്കിംഗ് അറ്റ് ദ റീസൺസ്, അല്ലേ? നമുക്ക് എന്താണ്, നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം? നമ്മുടെ ബിലീഫിനെ അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ബിലീഫിനെ അനലൈസ് ചെയ്യണം, അതുപോലെ അത് ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു റീസൺസ് വെച്ച് ഇന്ന കാര്യം കൊണ്ട് ഇന്നത് എന്തൊക്കെ സംഭവിക്കും എന്നുള്ള റീസൺസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യണം. സോ തിങ്കിങ് ക്രിറ്റിക്കലി does not mean that we have to contradict others always, അല്ലേ? നമ്മൾ എപ്പോഴും ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എന്താണ് ചിന്തിക്കുക? മറ്റൊരാളെ എഗെയിൻസ്റ്റ് പറയാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഓപ്പോസ് ചെയ്ത് പറയാം. അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ആളുടെ അഭിപ്രായങ്ങളെ എന്താണ് ക്ലോസ്ലി എക്സാമിൻ ചെയ്ത് ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കി അതിൽ വേണ്ടത് നമുക്ക് എടുക്കാം, വേണ്ടാത്തത് വേണ്ടാന്ന് വെക്കാം. അതാണ് നമ്മളിവിടെ തിങ്കിങ് ക്രിറ്റിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി നീഡ് ടു ആക്സെപ്റ്റ് അതേഴ്സ് വ്യൂ പോയിന്റ്സ് ഓൾസോ. അതുപോലെ അത് അനലൈസ് ചെയ്ത് എക്സാമിൻ ചെയ്ത് ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇറ്റ്സ് ബെറ്റർ, നമുക്ക് കുറച്ച് പോയിന്റ് അവൻ്റെയിൽ നിന്നും എടുത്തു വെക്കാം അല്ലെങ്കിൽ അവളുടെ നിന്നും എടുത്തു വെക്കാം, എന്നിട്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം എന്ന് പറയുന്നതാണ് തിങ്കിങ് ക്രിറ്റിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് തിങ്കിങ് ക്രിറ്റിക്കലി? അതാണ് നെക്സ്റ്റ് പറയുന്നത്. സോ തിങ്കിങ് ക്രിറ്റിക്കലി മീൻസ് ദ എബിലിറ്റി ടു അനലൈസ്, ഇൻ്റർപ്രറ്റ് ആൻഡ് ഇവാലുവേറ്റ് അവർ ഓൺ ഐഡിയാസ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. ഇപ്പോൾ തിങ്കിങ് ക്രിറ്റിക്കലി എന്താണ്? എബിലിറ്റി, നമ്മുടെ കഴിവാണ്. എന്തിൻ്റെ കഴിവ്? ടു അനലൈസ്, എന്താണ് അനലൈസ് ചെയ്യാൻ, ഇൻ്റർപ്രറ്റിൻ്റെ മീനിങ് എന്താ? വ്യാഖ്യാനിക്കാൻ, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ. നമ്മുടെ ഐഡിയാസും മറ്റൊരാളുടെ ഐഡിയാസും ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് തിങ്കിങ് ക്രിറ്റിക്കലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിന് എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെയാണ് അത്
നമ്മുടെ ഉള്ളിൽ ആ കഴിവ്, ആ ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കണ്ടേ, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. വെൻ യു ബീയിങ് ടു റൈറ്റ് യു നീഡ് ടു തിങ്ക് ക്രിറ്റിക്കലി ഇൻ 2 ഇമ്പോർട്ടൻറ്റ് വേസ്. അപ്പം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ എന്താണ് ഡെഫിനറ്റ്ലി ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം. അതിന് 2 വഴികളാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 2 വഴികളിൽ നമ്മൾ ചിന്തിക്കണമെന്നാണ് പറയുന്നത്. First one, you need to think critically about all the information that you have collated from different sources. ഇവിടെ ഐ തിങ്ക് യു ഹാവ് കൊളേറ്റഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് കളക്റ്റഡ്. അപ്പോൾ എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ ബുക്സിൽ നിന്ന്, പല ജേർണൽസിൽ നിന്ന്, പല ഇൻ്റർനെറ്റ് സോഴ്സുകളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കളക്ട് ചെയ്ത എല്ലാ ഇൻഫോർമേഷനെയും നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം. യു നീഡ് ടു ബി എ ക്രിറ്റിക്കൽ ലിസണർ ആസ് യു ഹിയർ അബൌട്ട് അതർ പീപ്പിൾസ് എക്സ്പീരിയൻസ്, ബിലീഫ് ആൻഡ് ഐഡിയാസ്. ഇപ്പം നിങ്ങൾ എഴുതാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് പലരും പല രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടാവും, പല രീതിയിലുള്ള ലെക്ചേഴ്സ് ഉണ്ടാവും, പല രീതിയിലുള്ള വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ടാവും. അതിൽ നിന്ന് കേൾക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിറ്റിക്കലി തിങ്ക് ചെയ്യണം. ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? അനലൈസ് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം, അതുപോലെ ഇവാലുവേറ്റ് ചെയ്യണം. ഈ 3 പ്രോസസ്സിലൂടെ നിങ്ങൾ ഒരു ഐഡിയ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ എന്താണ്, ഈ 3 പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് വേണം കൺക്ലൂഷനിലേക്ക് എത്താൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു പല സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടും, പല സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു സോഴ്സാണ് അല്ലെങ്കിൽ ഒരു വേ ആണ് റീഡിങ്, അല്ലേ? പല ബുക്സ് എടുത്ത് നമ്മൾ വായിക്കുന്നു. സോ സ്ട്രാറ്റജീസ് ഫോർ റീഡിങ് ക്രിറ്റിക്കലി, ക്രിറ്റിക്കലായിട്ട് ഒരു ബുക്ക് വായിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത്. എ തോട്ട്ഫുൾ റീഡർ ഈസ് വൺ ഹൂ മസ്റ്റ് പേഷ്യൻ്റ്ലി റീഡ് ഇൻഫോർമേഷൻ കൺസേൺ നോട്ട് ഓൺലി വിത്ത് എ സിമ്പിൾ കോംപ്രിഹെൻഷൻ ഓഫ് ഫാക്ട്സ് ബട്ട് ഓൾസോ ദ മൈൻഡ്ഫുൾ ഓഫ് ഇൻഫറിങ്, ഇൻ്റർപ്രറ്റിംഗ്, അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഐഡിയാസ് ഇൻ എ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഒരു തോട്ട്ഫുൾ റീഡർ എന്താണ് ചെയ്യുക? പേഷ്യൻ്റ്ലി റീഡ് ചെയ്യും. എന്ത്? വെറും സിമ്പിൾ കോംപ്രിഹെൻഷന് വേണ്ടി മാത്രമല്ല അയാൾ റീഡ് ചെയ്യുക, ഒപ്പം എന്താണ് ഒരു നിഗമനത്തിലേക്ക് എത്താൻ, ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്താൻ, നന്നായി അനലൈസ് ചെയ്യാൻ, ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ. എന്ന് വെച്ചാൽ ആ ടെസ്റ്റിലുള്ള ഐഡിയ എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, ഇൻഫ്ലുവൻസിലേക്ക് എത്താൻ, ഇൻ്റർപ്രിട്ടേഷൻ അതുപോലെ തന്നെ അനലൈസിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല തോട്ട്ഫുൾ റീഡർ പേഷ്യൻ്റായിട്ടൊരു ബുക്ക് റീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ എന്തൊക്കെ സ്ട്രാറ്റജീസ് അതിന് വേണമെന്നുള്ളതാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. സോ ക്രിറ്റിക്കൽ റീഡിംഗ് സ്ട്രാറ്റജീസ് ഗിവൺ ബൈ ആക്സൽറോഡ് ആൻഡ് കൂപ്പർ. ഈ പേര് നിങ്ങളുടെ ഈ ഒരു എൻ്റയർ യൂണിറ്റിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പേരാണ് ആക്സൽറോഡ് ആൻഡ് കൂപ്പർ. അവർ 2012 പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജീസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അനോട്ടേറ്റിംഗ്. ഫസ്റ്റ് വൺ എന്താണ്? അനോട്ടേറ്റിംഗ്. ദിസ് എൻറ്റെയിൽസ് റെക്കോർഡിംഗ് യുവർ റിയാക്ഷൻസ് ടു എ ടെസ്റ്റ്, യുവർ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ക്വസ്റ്റ്യൻ ആസ് യു റീഡ് അലോങ്. എന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കുന്നതിനൊപ്പം തന്നെ ഒരു പേപ്പർ വെച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ റിയാക്ഷൻ, ആ ടെസ്റ്റിലുള്ള ഐഡിയാസിന് അഗെയിൻസ്റ്റുള്ള റിയാക്ഷനൊക്കെ എഴുതി വെക്കുന്നതിനെയാണ് അനോട്ടേറ്റിംഗ് എന്ന് പറയാം. നെക്സ്റ്റ്, ടേക്കിംഗ് ഇൻവെൻറ്ററി. എന്ന് വെച്ചാൽ ടേക്കിംഗ് ഇൻവെൻറ്ററി എന്ന് വെച്ചാൽ നിങ്ങൾ അനോട്ട് ചെയ്ത കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ അനോട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് ഇതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അനോട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, അല്ലേ? അങ്ങനെ ലിസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ടേക്കിംഗ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ദെൻ ഔട്ട്ലൈനിങ്. നിങ്ങൾ ടെസ്റ്റിലെ മെയിൻ ഐഡിയാസ് ലിസ്റ്റ് ചെയ്യുക, അതിനാണ് ഈ ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത്. മൊത്തം ടെസ്റ്റ് വായിക്കുന്നു, മെയിൻ ഐഡിയാസ് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ഔട്ട്ലൈനിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ്. എൻ്റയർ ടെസ്റ്റ് വായിച്ച് ഒരു കുഞ്ഞു പാരാഗ്രാഫിൽ അതിനെ സമ്മറൈസ് ചെയ്ത് എഴുതുക. ദെൻ സിന്തസൈസിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഐഡിയാസും അതുപോലെ തന്നെ ബുക്കിൽ നിന്ന് കിട്ടിയ ഐഡിയാസും കൂടി ഒരുമിച്ച് ഒരു റൈറ്റപ്പ് ഉണ്ടാക്കുക, ഒരു മൊത്തമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ, അതിനെയാണ് സിന്തസൈസിങ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റുവലൈസിങ്. നിങ്ങൾ വായിക്കുന്ന ടെസ്റ്റ് ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ടൈം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ ആ വായിക്കുന്ന ടെസ്റ്റ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ എന്താണ് പ്രാധാന്യമെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് കോണ്ടെക്സ്റ്റുവലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലെയിനിങ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഇപ്പം നമ്മൾ വായിച്ച ടെസ്റ്റിൽ ഒരുപാട് ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ഉണ്ടാവും. മെറ്റഫർ, സിമിലി, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പോം ആണെങ്കിൽ അലിട്രേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം. ആ ഫിഗറേറ്റീവ് ലാംഗ്വേജിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം.
അല്ലെങ്കിൽ മനസ്സിലാക്കുക. റിഫ്ലക്റ്റിംഗ് ഓൺ ചലഞ്ചസ് ടു അവർ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. ഇപ്പോൾ അതുവരെയുള്ള പല ബിലീഫ്സും തകർക്കാൻ ചിലപ്പോൾ ഒരു പുതിയ ടെസ്റ്റിനെ സാധിച്ചു എന്ന് വരാം അല്ലേ. അപ്പോൾ നിങ്ങൾ വായിക്കുന്ന ടെസ്റ്റിലെ ഐഡിയാസും നമ്മുടെ ബിലീഫും വാല്യൂസും തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ആയി വരുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാം. ഇവാലുവേറ്റിംഗ് ദ ടോപ്പിക് ഓഫ് എൻ ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കറക്റ്റായിട്ട് റൈറ്റർ തൻ്റെ ആർഗ്യുമെൻറ്റ് വെല്ലായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ, കറക്റ്റായിട്ടുള്ള റീസൺസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. റെക്കഗ്നൈസിങ് ഇമോഷണൽ മാനിപ്പുലേഷൻ. ചിലപ്പോൾ ടെസ്റ്റ് വളരെ ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ടുള്ള കുറേ ക്ലെയിംസ്, കുറേ അവകാശവാദങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അതെന്താണ്, ചിലപ്പോൾ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ യു ഷുഡ് ചെക്ക് ദ ഫാക്റ്റ്. അപ്പോൾ അയാൾ പറയുന്ന കാര്യം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതെന്താണ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ജഡ്ജിങ് ദ റൈറ്റേഴ്സ് ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ ഈ റൈറ്റർ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണോ, അതോ ഇദ്ദേഹം സ്വന്തം ബയാസിൽ എഴുതിയ വർക്കാണോ, ഇങ്ങനെയുള്ള റൈറ്ററിൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ ജഡ്ജ് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ക്രിറ്റിക്കൽ റീഡിംഗ് പോസിബിൾ ആവുള്ളൂ. ദീസ് ആർ ദ സ്ട്രാറ്റജീസ് ഫോർ ക്രിറ്റിക്കൽ റീഡിംഗ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പഠിച്ച് വെക്കാം. നെക്സ്റ്റ് വരുന്നത് തിങ്കിങ് ക്രിറ്റിക്കലി ആസ് എ റൈറ്റർ. ഒരു റൈറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളൊരു എസ്സേയോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറിയോ എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സ്റ്റോറി എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താവണം, ഒരു ക്രിറ്റിക്കൽ തിങ്കർ ആവണം. ക്രിറ്റിക്കൽ തിങ്കർ ആവണം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകണം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു ക്രിറ്റിക്കൽ തിങ്കർ ആവുക എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊരു സാധനം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കണമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഡു മൈ ഐഡിയാസ് അപ്പിയർ ക്ലിയർ ആൻഡ് ലോജിക്കൽ നോട്ട് ഓൺലി ടു മീ ബട്ട് ഓൾസോ ടു മൈ റീഡേഴ്സ്. ആദ്യം ചോദിക്കേണ്ട ചോദ്യം എന്താണ്, എൻ്റെ ഐഡിയാസ് ക്ലിയർ ആയിട്ട് ലോജിക്കലായിട്ട് റീഡേഴ്സിൻ്റെ അടുത്തെത്തുമോ എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല റീഡേഴ്സിന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ, ലോജിക്കലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യം ചോദിക്കണം. വിൽ മൈ റീഡേഴ്സ് ഫൈൻഡ് മൈ ഒപ്പീനിയൻസ് വെൽ ഡെവലപ്ഡ് ആൻഡ് വെൽ സപ്പോർട്ടഡ്. എൻ്റെ ഒപ്പീനിയൻസ് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണോ, അതുപോലെ വെൽ സപ്പോർട്ടഡ്, നല്ല രീതിയിലുള്ള റീസൺസ് എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു ഒപ്പീനിയൻ പറയാണ്, അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് റീഡറിലേക്ക് എത്തിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ എത്തുന്നുണ്ടോ, അതുപോലെ നല്ല റീസൺസ് അതിനെ കൊടുത്തിട്ടുണ്ടോ. തേർഡ് വൺ, ഡസ് മൈ റൈറ്റിംഗ് റിഫ്ലക്ട് മൈ കോർ ബിലീഫ്സ് ഇൻ എ കൺസിഡേർഡ് വെൽ തോട്ട് ഓഫ് എ വേ. എൻ്റെ കോർ ബിലീഫ്സിൽ നിന്ന് കൺസിഡർ ചെയ്ത് എന്ന് വെച്ചാൽ എൻ്റെ റൈറ്റിംഗ് എൻ്റെ കോർ ബിലീഫ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഈ 3 കാര്യങ്ങൾ ചോദിച്ചതിനൊപ്പമാണ് നിങ്ങൾ എഴുതാൻ തുടങ്ങേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ടൊരു റിഫ്ലക്റ്റീവ് പേഴ്സൺ ആവണമെങ്കിൽ എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എഴുതണമെങ്കിൽ വൺ നീഡ്സ് ടു ബി അവെയർ ഓഫ് ദ ഫോളോവിങ് ഇഷ്യൂ. കുറച്ച് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ആ ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റായിട്ട് എഴുതാൻ, കറക്റ്റായിട്ട് നിങ്ങളുടെ ഐഡിയാസ് ഒരു ബുക്കിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ലേൺ ടു ഡിഫറൻഷിയേറ്റ് ഫാക്റ്റ് ഫ്രം ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ നിങ്ങൾ വായിക്കുമ്പോൾ ഫാക്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനോ കാണാനോ പറ്റും. അതേപോലെ തന്നെ ഒപ്പീനിയൻ, പലരും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ രണ്ടിലും ഫാക്റ്റ് ഏതാണ് ഒപ്പീനിയൻ ഏതാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ഫാക്റ്റ് ആണെങ്കിൽ എന്താണ്, കറക്റ്റ് റീസണോട് കൂടി നമുക്ക് കിട്ടും അല്ലേ. ഇപ്പം ഇന്ന സമയത്ത് ഇന്നാൾ ജയിച്ചു, ഏതാണ് ഡേറ്റ് എന്നുള്ളതിന് കറക്റ്റായിട്ടുള്ള റീസണും കറക്റ്റായിട്ടുള്ള പ്രൂഫും ഉണ്ടാവും. ഒപ്പീനിയൻ എന്താണ്, ആരെങ്കിലും ഒരാൾ പറഞ്ഞ കാര്യമാണ്. സോ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സപ്പോർട്ട് യുവർ ഒപ്പീനിയൻസ് വിത്ത് എവിഡൻസ്. നിങ്ങളിപ്പോൾ ഒരു ഒപ്പീനിയൻ മുന്നോട്ട് വയ്ക്കുകയാണ്, നിങ്ങളുടെ റൈറ്റിങ്ങിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ഒപ്പീനിയൻ വയ്ക്കുകയാണെങ്കിൽ അതിന് കറക്റ്റായ എവിഡൻസ് ഉണ്ടാകണം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ വെറുതെ അങ്ങനെ രാവിലെ നീറ്റ് വന്നിട്ട് ഓക്കെ ഇന്ന് എഴുതാൻ പോകുന്നത് ഇന്നത്തെ ഉച്ചത്തെ മഴ ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന് ഞാനങ്ങ് എഴുതുക എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അതിന് കറക്റ്റായ എവിഡൻസ് ഉണ്ടാവണം, കറക്റ്റായ പ്രൂഫ്സുകൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റണം. സോ അതാണ് നിങ്ങളുടെ ഒപ്പീനിയനെ എവിഡൻസ് വെച്ച് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇവാലുവേറ്റ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ എവിഡൻസ്. നിങ്ങൾ കാണിക്കുന്ന എവിഡൻസ് സ്ട്രോങ് ആയിരിക്കണം, അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോലും അറിയാത്ത കുറേ സോഴ്സിൽ നിന്നാണ് നിങ്ങൾ എവിഡൻസ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ കറക്റ്റായിട്ട്
എന്താ വെച്ചാൽ റീഡർ നിങ്ങളെ ബിലീവ് ചെയ്യില്ല. അപ്പോൾ എന്താണ്, നിങ്ങളുടെ എവിഡൻസ് സ്ട്രോങ് ആയ നിങ്ങളുടെ ഒപ്പീനിയൻ സ്ട്രോങ് ആയ എവിഡൻസ് കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അവോയ്ഡ് ബയാസസ് ആൻഡ് സ്ട്രോങ് ഇമോഷൻ. ഇപ്പം നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ട് ആ ആളെക്കുറിച്ച് അങ്ങനെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള ബയോസസും അതുപോലെ സ്ട്രോങ് ഇമോഷൻസും ഇല്ലാതാക്കുക. ഇപ്പം നമ്മൾ പൊതുവെ ആണുങ്ങളെ ഇഷ്ടമില്ലാത്തൊരു സ്ത്രീയാണെന്ന് കരുതുക. അപ്പോൾ ആ ബയാസസ് വെച്ചിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ടിനും തുല്യമായ രീതിയിൽ എഴുതാൻ പറ്റണം. അതുപോലെ ഇമോഷൻസിൽ നിന്ന് എഴുതരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്കൊരു ദേഷ്യം ഉണ്ടെന്ന് കരുതി അതിനെക്കുറിച്ച് എഴുതാതെ ആ ഇമോഷൻസിനെയും ബയാസസിനെയും മാറ്റി നിർത്തിയിട്ട് വേണം എഴുതാനെന്നാണ് പറയുന്നത്. ഓക്കെ. സോ ദീസ് ആർ ദ ഇഷ്യൂസ് ദാറ്റ് യു നീഡ് ടു ചെക്ക്, അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട ഇഷ്യൂസ് ഇതൊക്കെയാണ്. നെക്സ്റ്റ്, അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി. അതാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിക്, അനലൈസിങ് ആസ് എ സ്ട്രാറ്റജി. നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒപ്പം നിങ്ങൾക്ക് അനലൈസ് ചെയ്യേണ്ട ഒരു സ്കില്ലും കൂടി വേണം. നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ ഈ 3 പ്രോസസ്സ് കയറിയിട്ടുള്ള കാര്യമാണ്. അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ്, ഇവാലുവേറ്റിംഗ്. ഈ അനലൈസിങ് എന്ന് പറഞ്ഞ സ്കില്ല് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അനലൈസിങ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് റീഡിങ് സ്ട്രാറ്റജിയാണ്. അതേസമയം സിന്തസൈസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് സിന്തസൈസിങ്? സിന്തസൈസിങ് എന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനെയാണ് സിന്തസൈസിങ് എന്ന് പറയാം. സിന്തസൈസിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. സോ അനലൈസിങ് എന്ന് പറയുന്നത് എന്താണ്? റീഡിംഗ് സ്ട്രാറ്റജിയാണ്. സിന്തസൈസിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. രണ്ടും ഒരുപോലെ പോകുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കുക. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. സോ എന്താണ് അനലൈസിങ്ങിൽ ഉണ്ടാവുന്നത് എന്ന് നോക്കാം. Analyzing involves pulling things apart. When we analyze an argument, for instance, we need to read it closely and critically. അപ്പോൾ എന്താണ്? ഒരു പേപ്പർ എടുത്ത് വയ്ക്കുന്നു, നിങ്ങൾ വായിക്കാൻ പോവുകയാണ്. സോ നിങ്ങളത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വേണ്ട സാധനങ്ങളെ മാറ്റി വെക്കണം. പുള്ളിങ് തിങ്സ് അപ്പാർട്ട്, അതാണ് അനലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യുകയും ചെയ്യണം, ക്രിറ്റിക്കലി ക്വസ്റ്റ്യൻ ചെയ്യണം. ക്രിറ്റിക്കലി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വായിക്കുമ്പോൾ ഇപ്പോൾ ഒരു ലൈൻ വായിക്കുകയാണ്, എന്താണ്, 1947 ഗാന്ധിജി ഇന്ന കാര്യങ്ങൾ ചെയ്തു. അത് വായിച്ച വശം അതങ്ങനെ പഠിച്ചു വെക്കാതെ ശരിയാണോ, ഇതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു, എന്തായിരിക്കും ഗാന്ധിയെ പ്രേരിപ്പിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ക്രിറ്റിക്കലി തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അനലൈസിങ്ങിൽ വരുന്നത്. എന്താണ്? റീഡ് ചെയ്യണം വളരെ ക്ലോസ് ആയിട്ട്, ക്രിറ്റിക്കലി അതിനെ റീഡ് ചെയ്യണം, ഒപ്പം എന്താണ്, ആവശ്യമുള്ള കാര്യങ്ങളെ മാറ്റി വെക്കും കൂടി വേണം. ഫസ്റ്റ് ലുക്ക് അറ്റ് ക്രൈറ്റീരിയ ഫോർ അനലൈസിങ് ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അനലൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അതും ആരാണ്? അസിൽറോഡ് ആൻഡ് കൂപ്പർ 2002 2012 ഇവർ കൊടുന്ന ആ ഒരു ക്രൈറ്റീരിയാസ് ആണ് ആദ്യം പറയുന്നത്. 2 കാറ്റഗറീസ് ഉണ്ട്, ബേസിക് ഫീച്ചേഴ്സ് ആൻഡ് മോട്ടിവേറ്റിംഗ് ഫീച്ചേഴ്സ്. എന്ന് വെച്ചാൽ ഒരു ആർഗ്യുമെൻറ്റിനെ അനലൈസ് ചെയ്യാൻ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ബേസിക് ഫീച്ചേഴ്സ്, മറ്റൊന്ന് മോട്ടിവേറ്റിംഗ് ഫീച്ചേഴ്സ്. ആദ്യം നിങ്ങൾ ബേസിക് ഫീച്ചേഴ്സ് നോക്കുക. ഇഷ്യൂസ്. ഇപ്പോൾ നിങ്ങളൊരു സാധനം വായിക്കുവാണ്, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് കാര്യം നിങ്ങൾ നോക്കേണ്ടതാണ് ഇഷ്യൂസ്. വാട്ട് ഡസ് ദ റൈറ്റർ വിഷ് ടു അഡ്രസ്? വാട്ട് പ്രോബ്ലം ഓർ ഇഷ്യൂസ്? ഹൗ ഡസ് ദ റൈറ്റർ ഡിഫൈൻ ഓർ ഫ്രെയിം ദ ഇഷ്യൂ? അപ്പോൾ ഇവിടെ ഇഷ്യൂസിനാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. എന്താണ് ആ ഓതർ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ച ഇഷ്യൂ? എങ്ങനെയാണ് ആ ഒരു ഇഷ്യൂവിനെ ഓതർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നോക്കണം. പൊസിഷൻ. വാട്ട് ആർ ദ റൈറ്റേഴ്സ് ഓൺ വ്യൂസ് ഓൺ ദ ഇഷ്യൂ? ഇപ്പോൾ ഒരു ഇഷ്യൂ തന്നിട്ട്, ഇപ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതും അതിനു മുമ്പുള്ള ബ്രിട്ടീഷിൻ്റെ ഇടപെടലുമാണ് നമ്മുടെ ഇഷ്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് ഇഷ്യൂ ആയിട്ടെന്നല്ല, ബ്രിട്ടീഷ് വന്ന് കോളനൈസേഷൻ നടത്തിയത് ഒരു ഇഷ്യൂ ആയിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് റൈറ്റർ എങ്ങനെയാണ് ആ ഇഷ്യൂവിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എന്ത് ഇഷ്യൂ ആണ് റൈറ്റർ അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ അത് നോക്കി. രണ്ടാമത്, ഈ ഇഷ്യൂവിനെ എങ്ങനെയാണ് റൈറ്റർ സപ്പോർട്ട് ചെയ്യുകയാണോ അതോ റൈറ്ററിൻ്റെ വ്യൂ പോയിന്റ് എന്തൊക്കെയാണ് ഈ ഇഷ്യൂസിൻ്റെ ബേസിൽ എന്ന് നമ്മൾ രണ്ടാമത് നോക്കണം. എന്ന് വെച്ചാൽ റൈറ്ററിൻ്റെ പൊസിഷൻ എന്താണ് അത് നമ്മൾ നോക്കി. രണ്ടാമത്തത് ആർഗ്യുമെൻറ്റ്സ്. വാട്ട് എവിഡൻസ് ഡസ് ദ റൈറ്റർ പ്രൊവൈഡ് ടു സപ്പോർട്ട് ഹിസ് ഓർ ഹെർ പൊസിഷൻ? എന്ന് വെച്ചാൽ ഇപ്പോൾ കോളനൈസേഷൻ എന്ന് പറയുന്നത് ചില ആളുകൾ ഒരു വരമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയെ മൊത്തമായി മാറ്റിമറിച്ചത് കോളനൈസേഷൻ കൊണ്ടാണെന്ന് പറയപ്പെടുന്നുണ്ട്. ചിലവരെന്താണ് അതിനെ നെഗറ്റീവായിട്ട്
തട്ടിക്കളയുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ബാഡ് തിങ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് പലരും. അപ്പോൾ ഈ ബാഡ് തിങ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ബാഡായിട്ട് സംഭവിച്ച ഒരു കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആ സമൂഹം എന്തൊക്കെ എവിഡൻസോട് കൂടിയാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റൈറ്റർ ഇപ്പോൾ ചിലപ്പോൾ അതിനെന്താണ് ബാഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നുണ്ടാവുക. അതായിരിക്കും റൈറ്ററുടെ പൊസിഷൻ. ആ പൊസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ എവിഡൻസ് അതിലുണ്ടെന്ന് നോക്കണം. കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ്, അതുപോലെ റൈറ്റർ ഒരേ സമയം കൗണ്ടർ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ബേസിക് ഫീച്ചേഴ്സ്. നൗ മോട്ടിവേറ്റിംഗ് ഫീച്ചേഴ്സ്. എന്താണ് മോട്ടിവേറ്റിംഗ് ഫീച്ചേഴ്സ്? ബേസിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ആ വർക്ക് കണ്ടിട്ട് എന്തൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. ഇനി റൈറ്റർ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് എഴുതി? അപ്പോൾ റൈറ്ററിനൊന്ന് മോട്ടിവേറ്റ് ചെയ്യണമല്ലോ. ഇപ്പം ഞാനൊരു കാര്യത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എഴുതാൻ. അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഒന്ന് വാല്യൂസ് എന്ന് വെച്ചാൽ റൈറ്ററിൻ്റെ മോറൽ, എത്തിക്കൽ, ഐഡിയോളജിക്കൽ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. ആൻഡ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ റൈറ്റർ എന്തിനാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഈ ഒരു ഇഷ്യൂ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റൈറ്റർ എന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് നോക്കുക. പ്രയോറിറ്റീസ് ആൻഡ് കൺസേൺസ്. എന്താണ് റൈറ്ററുടെ ഫിയേഴ്സും കൺസേൺസും? ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കൊളണൈസേഷനെ കുറിച്ച് അദ്ദേഹം എഴുതണമെങ്കിൽ എന്തായിരിക്കും അദ്ദേഹം എഴുതാനുള്ള കാരണം? എന്താണ് അദ്ദേഹത്തിനെ പേടിപ്പെടുത്തുന്നത് ഈ ഒരു ഇഷ്യൂ കൊണ്ട്? എന്താണ് അദ്ദേഹത്തിൻ്റെ കൺസേൺസ് എന്ന് നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നോക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. റീഡ് ദീസ് 2 പാരാഗ്രാഫ്സ് ആൻഡ് ആൻസർ സം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് ആൻസർ ചെയ്താൽ മതി. അതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇറ്റ്സ് ഈസി വൺ. ഓക്കെ, എന്ന് വെച്ചാൽ 2 പാരഗ്രാഫും എങ്ങനെയൊക്കെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾസ് ആണ്. എന്ന് വെച്ചാൽ ബേസിക് ഇഷ്യൂസും മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് രണ്ടിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ ആ ആർഗ്യുമെൻറ്റ്സ് നോക്കുവാണെങ്കിൽ 2 പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇഷ്യൂസ് ആയിട്ട് റൈറ്റ്സ് ഓഫ് നോൺ ഹ്യൂമൻ സ്പീഷ്യസ് ലിവിങ് ഓൺ ദ പ്ലാനറ്റ് എർത്ത്. പ്ലാനറ്റ് എർത്തിലെ എന്താണ് നോൺ ഹ്യൂമൻ സ്പീഷ്യസ് എന്ന് വെച്ചാൽ എനിമൽസും ഇൻസെക്ട്സും അവരൊക്കെ അനുഭവിക്കുന്ന ഇഷ്യൂസും അവരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് പാരാഗ്രാഫ് എന്ന് മനസ്സിലാക്കാം. ഇനി അതിൽ റൈറ്ററിൻ്റെ സ്റ്റാൻഡ്, റൈറ്റർ പറയുന്നത് എന്താ വെച്ചാൽ മനുഷ്യനെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ സ്പീഷ്യസിനും ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് ആര് പറയുന്നത്? റൈറ്റർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് ഹ്യൂമൻ, ബ്ലാക്ക് ഹ്യൂമൻ്റെ ട്രീറ്റ്മെൻറ്റ്, നാസി ക്യാമ്പ്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൗണ്ടർ ആർഗ്യുമെൻറ്റ്സും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ആ ടെസ്റ്റ്, ആ പാസേജ് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേറ്റിംഗ് ഫീച്ചേഴ്സ്, മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്, എന്താണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്? അത് അദ്ദേഹത്തിൻ്റെ വാല്യൂസ് എന്ന് വെച്ചാൽ അദ്ദേഹം കണക്കാക്കുന്നത് എല്ലാ സ്പീഷ്യസിനും ഈക്വലായി കാണണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എഴുതാൻ ഉദ്ദേശിച്ചത്. നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലുള്ളൊരു എത്തിക്കൽ ലൈഫ് ലീഡ് ചെയ്യാനുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിന് എഴുതിപ്പിച്ചത്. പ്രയോറിറ്റീസ്, അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റീസ് എന്താണ്? ഈക്വാലിറ്റി, അതുപോലെ തന്നെ എല്ലാ ലൈഫിനും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കുക. ഗോട്ട് ഇറ്റ്? നൗ സിന്തസൈസിങ് ആസ് എ റൈറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ നേരത്തെ അനലൈസിങ് ആസ് എ എന്താണ് റീഡിങ് സ്ട്രാറ്റജി നമ്മൾ കണ്ടു. നൗ സിന്തസൈസിങ്, മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യുന്നതിനെയാണ് ആ ഒരു സിന്തസൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. സിന്തസൈസിങ് ഇൻവോൾവ്സ് പ്രസൻറ്റിംഗ് ഫാക്ട്സ്, ഐഡിയാസ് ആൻഡ് ഇൻഫോർമേഷൻ ടേക്കൺ ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് സജസ്റ്റിംഗ് വേസ് ഇൻ വിച്ച് ദീസ് സോഴ്സസ് ഹാവ് എ റിലേഷൻഷിപ്പ്. സിന്തസൈസിങ്ങിൽ എന്താണ്? നമ്മൾ പല സോഴ്സിൽ നിന്ന് എടുത്ത ഫാക്ട്സ്, ഐഡിയാസ്, ഇൻഫോർമേഷനെ എന്താണ് പ്രസൻറ്റ് ചെയ്യുക. അതുപോലെ എന്താണ് സജസ്റ്റിംഗ് വേസ് ഇൻ വിച്ച് ദീസ് സോഴ്സസ് ഹാവ് എ റിലേഷൻഷിപ്പ്. ഈ സോഴ്സസുകൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നത് സജസ്റ്റ് ചെയ്യലും കൂടിയാണ് സിന്തസൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മളൊരു ഫാക്റ്റ് എടുത്തു, അത് മറ്റൊരു ബുക്കിൽ കൂടുതൽ വിവരിച്ച് കൊടുത്തിട്ടുണ്ടാവാം. സോ ഇങ്ങനെയുള്ള കണക്ഷൻസും അദ്ദേഹം എന്ന് വെച്ചാൽ ഒരു സിന്തസൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് പറയുന്നത്. ഇനി അലക്സ്റോഡ് കൂപ്പർ 2012 അവർ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. വെൻ യു സിന്തസൈസ് മെറ്റീരിയൽ ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് യു കൺസ്ട്രക്ട് എ കോൺവെർസേഷൻ എമംഗ് യുവർ സോഴ്സസ്, എ കോൺവെർസേഷൻ ഇൻ വിച്ച് യു ഓൾസോ പാർട്ടിസിപ്പേറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ സിന്തസൈസ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പല ബുക്കുകളിൽ നിന്ന്, ഇപ്പോൾ പല ആർട്ടിക്കിൾസിൽ നിന്ന് നമ്മൾ എന്താണ് സോഴ്സസ് എടുത്തിട്ടുണ്ടാവും. പല ആർട്ടിക്കിൾസ്, പല ബുക്സ്,
ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇവിടെ നിന്നുള്ള ഐഡിയാസ് എല്ലാം നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത് അല്ലെ. സിന്തസൈസ് ചെയ്യുമ്പോൾ എന്താണ്, അതിനെല്ലാം കൂടി നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഇവയുടെ എല്ലാം ഒരു കോൺവെർസേഷൻ ആണ് ഈ സിന്തസൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സംഭാഷണമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അതിൽ നിങ്ങളുടെ പോയിന്റ്സും ഉണ്ടാവും അല്ലെ, നിങ്ങളുടെ പോയിന്റ്സും ഉണ്ടാവും. അപ്പം നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കോൺവെർസേഷൻ ആണ് സിന്തസൈസിങ് എന്നാണ് അവർ പറയുന്നത്. ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ആൻ എഫക്റ്റീവ് സിന്തസിസ് യു മസ്റ്റ് റീഡ് ദ ഓൾ മെറ്റീരിയൽ യു ഹാവ് കളക്റ്റഡ്. ഒരു നല്ല സിന്തസിസ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ്, നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾ കളക്ട് ചെയ്ത എല്ലാ ഇൻഫോർമേഷനും റീഡ് ചെയ്യണം. ദെൻ ഫോക്കസ് ഓൺ ദ സോഴ്സ് യു ഹാവ് ചോസൺ ആസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ യുവർ ടോപ്പിക്. നിങ്ങളുടെ ടോപ്പിക്കിന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയ ആ ഒരു സോഴ്സിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇറ്റ്സ് എൻ ഈസി വൺ. നിങ്ങൾ മൊത്തത്തിൽ പല സോഴ്സിൽ നിന്ന് വായിക്കുന്നുണ്ടാവും. ആ വായിക്കുന്ന എല്ലാറ്റിനും കൂടി ഒരുമിച്ചൊരു ഒരു സമ്മറൈസ്ഡ് ഫോം ആയിട്ട് എഴുതി വെക്കുന്നു. അതിൽ നിന്നാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ റൈറ്റപ്പ്, നിങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് എഴുതി തുടങ്ങുക അല്ലേ. മൊത്തത്തിൽ എഴുതി വെച്ചതിന് ശേഷം ഓക്കെ ഇന്ന പോയിന്റ് ഇന്ന സ്ഥലത്ത് വെക്കാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ എഴുതി തുടങ്ങുക. അതിനാണ് സിന്തസൈസ് ആവശ്യമുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇൻ്റർപ്രറ്റീവ് തിങ്കിങ് സ്കിൽസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ റൈറ്റേഴ്സും കാര്യങ്ങൾ കറക്റ്റ് നേരിട്ട് നിങ്ങളോട് പറയണമെന്നില്ല അല്ലേ. ഇപ്പോൾ പലരും പല ക്ലൂസ് ഇൻഡയറക്റ്റ് ആയിട്ട് തരും. റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയും. ലൈൻസിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം, നമ്മൾ വ്യാഖ്യാനിക്കണം. അതാണ് ഇൻ്റർപ്രറ്റീവ് സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ യു ഇൻഫർ യു ഗോ ബിയോണ്ട് ദ സർഫേസ് ഡീറ്റെയിൽ ടു സീ അതർ മീനിങ്സ് ദാറ്റ് ആർ നോട്ട് ഡയറക്റ്റ്ലി സ്റ്റേറ്റഡ്. നിങ്ങളൊരു നിഗമനത്തിലേക്ക് എത്തുമ്പോൾ സർഫേസ് മീനിങ് അല്ലാതെ ലൈനുകളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മീനിങ്ങിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ചില ക്യാരക്ടേഴ്സ് ബാഡ് ആണെന്നും ചിലപ്പോൾ ഒരു റൈറ്റിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ സിറ്റുവേഷൻസ്, ആ പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതി, അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ക്യാരക്ടർ ബാഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ സിനിമ കാണാമെന്ന് വിചാരിക്കുക, ഏതെങ്കിലും സിനിമയിൽ വില്ലൻ ആണെന്ന് ആദ്യമേ പറയുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആ ആളുടെ ആക്ടിവിറ്റീസിൽ നിന്നും ആറ്റിറ്റ്യൂഡിൽ നിന്നും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, ഓക്കെ ഹീസ് ദ വില്ലൻ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു നോവൽ വായിക്കുമ്പോഴാണെങ്കിലും ഒരു കഥാപുസ്തകം വായിക്കുമ്പോഴാണെങ്കിലും തുടക്കത്തിലേ പറയൂ ഇന്നാളാണ് ഹീറോ ഇന്നാളാണ് വില്ലൻ എന്ന് നമ്മളോട് പറയാറുണ്ട്? ഇല്ല. നമ്മൾ വായിച്ചു പോകുമ്പോൾ ഹീറോയുടെ ഗുഡ് ഡീഡ്സും ഹീറോയുടെ ക്യാരക്ടറും മനസ്സിലാക്കുമ്പോൾ ഹീറോ ആണെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ദെൻ പിന്നീട് വായിച്ചു പോകുമ്പോൾ വില്ലൻ ആണെന്ന് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതാണ് ഇൻ്റർപ്രറ്റിംഗ് സ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ഏറ്റവും വലിയ എക്സാമ്പിളാണ് പോംസ്. പോയംസിലെ ലൈൻസിൽ നിന്ന് ഡയറക്റ്റ് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്ന് പറഞ്ഞ പോയം കേട്ടിട്ടുണ്ടോ? ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്, മായ ആഞ്ചലോയുടെ വൺ ഓഫ് ദ മെയിൻ പോയമാണ്, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പോയം ആണ്. അപ്പോൾ ഈ പോയത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ്. ആ ഒരു സർഫേസ് ലെവൽ മീനിങ് ആണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് പൂട്ടിയിട്ട അല്ലെങ്കിൽ കൂട്ടിലിട്ട പക്ഷികൾ കരയുന്നതെന്ന് എനിക്കറിയാം. ഇത്രയേ ഉള്ളൂ സർഫേസ് മീനിങ്. അതുകൊണ്ട് ആ ഒരു പോയത്തിനെ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ലൈൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മീനിങ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലൈൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മീനിങ് എന്താണ്? ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഈസ് റിട്ടൺ ബൈ മായ ആഞ്ചലോ. മായ ആഞ്ചലോ ആരാ? ആ ഒരു ബ്ലാക്ക് റൈറ്ററാണ്. അപ്പോൾ ബ്ലാക്സിൻ്റെ ഇടയിൽ വൈറ്റ് പീപ്പിൾസ് ബ്ലാക്സിനെ സപ്രസ് ചെയ്ത ആ ഒരു അവസ്ഥയാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ കൂട്ടിലിട്ട പക്ഷികളായിട്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പീപ്പിൾസിനെയാണ്. ഈ ബ്ലാക്ക് പീപ്പിൾസ് എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് എനിക്കറിയാം. അത് മാത്രമാണ് അവരുടെ ഒരു വഴി. അവരുടെ വോയിസ് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവരുടെ അവകാശത്തിന് വേണ്ടി അവർക്ക് പോരാടാൻ പറ്റുന്ന ഒരേ ഒരു വഴി. അതുകൊണ്ടാണ് അവർ കരയുന്നത് എന്നാണ് ആ ഒരു ലൈനിൻ്റെ വ്യാഖ്യാനം. സോ അതാണ് ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഈ പാസേജും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു മൊത്ത കൺക്ലൂഷൻ മനസ്സിലാവും. ഈ ഒരു പാസേജിൽ ബെയ്ത്ത് എന്താ? കുളിക്കുക. ഈ കുളിക്കുന്നതിനെ റോമൻ സൊസൈറ്റിയുടെ കുളിയെക്കുറിച്ചാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആ മൊത്ത പാസേജിൽ അതാണ് എഴുതിയിരിക്കുന്നത്. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നാണ് പിന്നീട് പറയുന്നത്. സോ ബെയ്ത്തിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കും. ജസ്റ്റ് ഒന്ന് പാസേജ് വായിച്ചു നോക്കുക, എന്നിട്ട് ആ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്.
That's all about our first unit. Now we are going to study our second unit. Enhancing vocabulary. നമ്മുടെ vocabulary എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് എൻഹാൻസിങ് വൊക്കാബുലറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി എന്ന് കേട്ടിട്ടുണ്ടോ? ആക്റ്റീവ് വൊക്കാബുലറി, പാസീവ് വൊക്കാബുലറി. ആക്റ്റീവ് വൊക്കാബുലറി ആൻഡ് പാസീവ് വൊക്കാബുലറി. വാട്ട് ഈസ് മെൻ ബൈ ആക്റ്റീവ് വൊക്കാബുലറി? നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയാം. വൊക്കാബുലറി എന്താണെന്ന് അറിയില്ലേ? എന്താണ് വൊക്കാബുലറി? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകളാണ് നിങ്ങളുടെ വൊക്കാബുലറി. ഓക്കെ, എനിക്കിപ്പോൾ 10,000 വേർഡ്സ് അറിയാം, അത് എൻ്റെ വൊക്കാബുലറിയാണ്. അതിൽ ആക്റ്റീവ് ഉണ്ടാവാം, പാസീവ് ഉണ്ടാവാം. ആക്റ്റീവ് എന്താണ്? നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയാം. പക്ഷെ പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് നമുക്കൊരു സെൻറ്റൻസിൽ കണ്ട ഇതിൻ്റെ മീനിങ് ഇന്നതാണെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറില്ല. അതിനെയാണ് പാസീവ് വൊക്കാബുലറി എന്ന് പറയാം. So that's the first division you have to study. The words that you can use appropriately when you say or write something form what is known as യുവർ ആക്റ്റീവ് വൊക്കാബുലറി. നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എഴുതുമ്പോഴും വായിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ആ വൊക്കാബുലറിയാണ് നിങ്ങളുടെ ആക്റ്റീവ് വൊക്കാബുലറി. ദോസ് ദാറ്റ് യു ഹാവ് എൻ ഐഡിയ ഓർ you can guess the meaning but cannot use confidently, that is passive vocabulary. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾ എന്താണ് ഇന്നതാണ് അതിൻ്റെ മീനിങ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് ഗസ് ചെയ്യാൻ പറ്റുന്ന അതിനെയാണ് പാസീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ ആക്റ്റീവ് വൊക്കാബുലറി മോർ ലിമിറ്റഡ് ആയിരിക്കും പാസീവ് വൊക്കാബുലറിനേക്കാൾ. എന്ന് വെച്ചാൽ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത് കുറച്ചായിരിക്കും, കുറേ എന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്ന വാക്കുകൾ വളരെ കുറച്ചായിരിക്കും. പാസീവാണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊരു കുറച്ച് എന്താണ് നിങ്ങളോട് കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഗിവൺ ബിലോ ആർ എ ഫ്യൂ വേർഡ്സ് അണ്ടർ വിച്ച് കാറ്റഗറി ആക്റ്റീവ് ഓർ പാസീവ് വുഡ് യു പുട്ട് ദം ഇൻ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന വാക്കുകളിലെ ചില വാക്കുകൾ ആക്റ്റീവ് ആയിരിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ പാസീവ് ആയിരിക്കാം, നിങ്ങളുടെയാണ്, നിങ്ങൾ നോക്കുക. ഇപ്പം എൻ്റെ പറയുവാണെങ്കിൽ ഞാൻ കുറച്ച് ഇത് പറഞ്ഞുതരാം. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്ന വാക്ക് എൻ്റെ ആക്റ്റീവ് വൊക്കാബുലറിയാണ്. സോ ആൻറ്റിസെപ്റ്റിക്കിൻ്റെ മീനിങ് എന്താണ്? പ്രിവെൻറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാക്കുന്ന ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനെയാണ് ആൻറ്റിസെപ്റ്റിക് എന്ന് പറയാം. ആൻറ്റിസെപ്റ്റിക് ലോഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ആക്റ്റീവാണ് എൻ്റെ. അതുപോലെ തന്നെ അനോമലി എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം വാട്ട് ഈസ് സ്റ്റാൻഡേർഡ്, നോർമൽ, എക്സ്പെക്റ്റഡ്. എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് നോർമലായിട്ട് എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് അനോമലി എന്ന് പറയാം. അതും എൻ്റെ ആക്റ്റീവ് വൊക്കാബുലറിയിലുള്ളതാണ്. ഫോർട്ടെ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ, ചില കാര്യങ്ങളിൽ ചിലർ എക്സൽ ആയിരിക്കും, അതിനെയാണ് ഫോർട്ടെ എന്ന് പറയാം. സോ ഇത് മൂന്നും എൻ്റെ എന്താണ് ആക്റ്റീവ് വൊക്കാബുലറിയാണ്. പക്ഷേ ഹെർബേറിയം അതുപോലെ പാരോസിക്സം ഇതൊന്നും എൻ്റെ ആക്റ്റീവ് അല്ല, അത് പാസീവാണ്. സോ ഇതുപോലെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്നല്ലെങ്കിൽ മീനിങ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻ വേർഡ്സ്. Content, words and function words. ഈസിയാണ്, പറഞ്ഞു തരാം. നിങ്ങൾ താഴെ താഴെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കുറച്ച് ലൈൻസ് കാണുന്നുണ്ടാവും, ഒന്ന് നോക്കുക. I saw a beautiful bird sitting on a branch of a gulmohar tree. Pari, my 5-year-old granddaughter, wants to wear blue jeans all the time. She cries loudly whenever her parents ask her to put on a frock, however beautiful. ഇവിടെ അണ്ടർലൈൻഡ് വേർഡ്സ് എല്ലാം കണ്ടന്റ് വേർഡ്സ് ആണ്. എന്നുവെച്ചാൽ ഈ കണ്ടന്റ് വേർഡ്സ് ആണ് നൗൺസ്, അഡ്ജക്റ്റീവ്സ്, വെർബ്സ്, ആഡ്വേർബ്സ്. ഇനി ഈ അണ്ടർലൈൻ ചെയ്യാത്ത ടു, ഓൺ, ഓൾ, ദ ഇങ്ങനെയുള്ളതൊക്കെ ഫങ്ഷൻ വേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നതിൽ കറക്റ്റ് മീനിങ് ഉണ്ടാവും, കറക്റ്റായിട്ടുള്ള മീനിങ് ഉണ്ടാവും. പക്ഷേ ഫങ്ഷൻ വേർഡ്സ് എന്ന് വെച്ചാൽ ഗ്രാമാറ്റിക്കൽ ഫങ്ഷന് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ് ഫങ്ഷൻ വേർഡ്സ്.
ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടന്റ് വേർഡ്സ് കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും, പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പറയാം ഹെലിപാഡ്, സ്മാർട്ട് ഫോണ്, ഇതൊക്കെ കണ്ടന്റ് വേർഡ്സിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള വാക്കുകളാണ്. എന്ന് വെച്ചാൽ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. മീനിങ് കണ്ടന്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ മീനിങ് ഉള്ളതിനെയാണ് കണ്ടന്റ് വേർഡ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫങ്ഷണൽ വേർഡ്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഈ ഫങ്ഷണൽ വേർഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഓക്സിലറി വേർബ്സ്, ഡിറ്റർമിനേഴ്സ്, പ്രപ്പോസിഷൻ, കൺജഷൻ ഒക്കെ ആയിരിക്കും. ഇത് ഓൾറെഡി ഉള്ളതാണ്. ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൽ പുതിയൊരു വാക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു സെൻറ്റൻസിനെ ഗ്രാമാറ്റിക്കൽ മീനിങ്ങിലേക്ക് എത്തുന്നതിനെയാണ് ഫങ്ഷണൽ വേർഡ്സ് എന്ന് പറയാം. അപ്പോൾ ഫങ്ഷണൽ വേർഡ്സ് എന്തൊക്കെയാണ്? ടു, ഓൺ, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? എ, അതുപോലെ ഓൾ, ദ, ഇങ്ങനെയുള്ളതൊക്കെ ഫങ്ഷൻ വേർഡ്സ് ആണ്. ഇത് ക്ലോസ്ഡ് ആണ്. ഇതിൽ പുതിയൊരു വേർഡ് ആഡ് ചെയ്യില്ല. ഇനി കണ്ടന്റ് വേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ആഡ്വേർബ്സ്, അതുപോലെ നൗണ്, അഡ്ജക്റ്റീവ്സ്, ഇതൊക്കെ കണ്ടന്റ് വേർഡ്സിൽ വരുന്നതാണ്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ അങ്ങനെ പറയുന്നതൊക്കെ എന്താണ്? കണ്ടന്റ് വേർഡ്സ് ആണ്. അത് ഓപ്പൺ ആണ്. പുതിയ പുതിയ വാക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടന്റ് വേർഡ്സ് ആൻഡ് ഫങ്ഷൻ വേർഡ്സ്. ഇനി സം ഡിഫിക്കൽട്ടീസ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ് വൊക്കാബുലറി. ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ആ ഡിഫിക്കൽട്ടീസ് ആണ് ഇനി പറയുന്നത്. ഒന്ന്, ഹോമോണിംസ്. ഹോമോണിംസ് ഒരു ഡിഫിക്കൽട്ടിയാണ്. ഹോമോണിംസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹോമോണിംസ് എന്ന് പറഞ്ഞ വാക്കിനെ ഡിഫറെൻറ്റ് മീനിങ് ഹോമോണിംസ് എന്ന് പറഞ്ഞത് ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ള വാക്കുകളെയാണ്. എന്നുവെച്ചാൽ സെയിം സൗണ്ട് ആയിരിക്കും, അതുപോലെ സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷെ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. സെയിം സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, അതുപോലെ സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട് ക്ലബ് എന്ന് പറഞ്ഞ വാക്ക്. ക്ലബ് എന്ന് പറഞ്ഞ വാക്ക് നോക്കൂ കേട്ടോ. എന്താണ് ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആസ് എ ചൈൽഡ് you might have gone to a local club in your locality. You might have seen the picture of Bhim with a club in his hand in Mahabharat serial or television, and if you play cards you have to deal with the clubs in the pack. Your teacher might suggest you to club 2 paragraphs together to make the writing more compact. ഇവിടെ 4 സ്ഥലത്ത് ക്ലബ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്തും ഇതിൻ്റെ മീനിങ് എന്താണ്? CLUB എന്ന് പറഞ്ഞ സ്പെല്ലിങ് തന്നെയാണ്, ക്ലബ് എന്ന് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. പക്ഷേ ഇതിൻ്റെ മീനിങ് ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ ക്ലബ് എന്താണ്? സ്പോർട്സ് ക്ലബ്ബ് പോലത്തെ, എന്ന് വെച്ചാൽ ഒരു അസോസിയേഷൻ, എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ, അതിനാണ് ആദ്യത്തെ ക്ലബ്ബ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ്, യു മൈറ്റ് ഹാവ് സീൻ ദ പിക്ചർ ഓഫ് ബീം വിത്ത് എ ക്ലബ്. ഹെവി സ്റ്റിക്കിനാണ്, ബീമിൻ്റെ കയ്യിൽ കണ്ടിട്ടില്ലേ ഒരു ഹെവി സ്റ്റിക്ക് പോലത്തെ സാധനം, അതിനെയാണ് ക്ലബ് എന്ന് അവിടെ ഉദ്ദേശിച്ചത്. ദെൻ ഇഫ് യു പ്ലേ കാർഡ്സ് യു ഹാവ് ടു ഡീൽ വിത്ത് ക്ലബ്സ് ഇൻ ദ പാക്ക്. ഈ കാർഡ്സിൽ ക്ലബ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ളൊരു സാധനം കണ്ടിട്ടുണ്ടോ? ഒരു ട്രീ പോലെ നിൽക്കുന്ന ഒരു സാധനം, അതിനെ ക്ലബ് എന്നാണ് ഉദ്ദേശിക്കുക. എന്ന് വെച്ചാൽ ഷീറ്റ് കളിക്കുമ്പോൾ നമ്മൾ ക്ലബ്സ് യൂസ് ചെയ്യില്ലേ, കാർഡ് പ്ലേ ചെയ്യുമ്പോൾ അത്. ഇനി യുവർ ടീച്ചർ മൈറ്റ് സജസ്റ്റ് യു ടു ക്ലബ് 2 പാരഗ്രാഫ്സ്. ക്ലബ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്പൈൻ ചെയ്യാനാണ്. 2 പാരഗ്രാഫ് കമ്പൈൻ ചെയ്യാൻ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള വാക്കുകളെയാണ് ഹോമോണിംസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊരു ഇഷ്യൂ ആണല്ലേ. നിങ്ങൾ ഒരു ഇംഗ്ലീഷ് വൊക്കാബുലറി പഠിക്കുമ്പോൾ ഒരു വേർഡ് എടുത്തിട്ട് ഇതിന് ഇത്ര മീനിങ് ഉണ്ടെന്ന് നിങ്ങൾ പഠിക്കണം. സോ ഇറ്റ്സ് എ ഇഷ്യൂ, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നൊരു ഇഷ്യൂ ആണ്. സോ ഹോമോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, സെയിം സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. നൗ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഹോമോഫോൺസ്. ഹോമോഫോൺസ് എന്ന് പറയുന്നത് സെയിം പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, പക്ഷേ എന്താണ്? ഡിഫറെൻറ്റ് ഫോമും മീനിങ്ങും ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞുതരാം. ഗ്രേറ്റ് സെയിം പ്രൊനൗൺസിയേഷൻ അല്ലേ, പക്ഷേ ഡിഫറെൻറ്റ് മീനിങ്ങും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഫോമുമാണ്. അതുപോലെ ബ്രേക്ക്, ഫ്ലവറിൻ്റെ നമ്മൾ എന്താ ഫ്ലോർ ഇങ്ങനെയുള്ളത് വരും. അതുപോലെ ബോ ഡിഫറെൻറ്റ് മീനിങ് ആയിരിക്കും. BOUGH ബോ.
ഇത് ഹോമോഫോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അല്ലേ. ഹോമോ എന്ന് വെച്ചാൽ സെയിം, ഹോമോ എന്ന് വെച്ചാൽ സെയിം, ഫോൺ എന്ന് വെച്ചാൽ സൗണ്ട്. സെയിം സൗണ്ട് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഫോമും മീനിങ്ങും ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഹോമോഗ്രാഫ്. നെക്സ്റ്റ് വരുന്നത് ഹോമോഗ്രാഫ്. ഹോമോഗ്രാഫ് എന്ന് പറയുന്നത് സെയിം, ഗ്രാഫ് എന്താണ്, റൈറ്റിംഗ് ആണ്. റൈറ്റിംഗ് മീൻസ് ഫോം. സെയിം ഫോം ആയിരിക്കും, പക്ഷെ എന്താണ്, ഡിഫറെൻറ്റ് സൗണ്ടും ഡിഫറെൻറ്റ് മീനിങ്ങും ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. മിനുട്ട്സ്, മൈന്യൂട്ട്, മിനുട്ട്, മൈന്യൂട്ട്, ബോസ്, ബോ. എന്താണ്, സെയിം ഫോമാണ്, പക്ഷെ ഡിഫറെൻറ്റ് സ്പെല്ലിങ്ങും ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനും ആണ് അവിടെ വരുന്നത്. സോ ദാറ്റ് ഈസ് ഹോമോഗ്രാഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ ഹോമോണീംസ്, ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ്. ഇതൊരു വലിയ ഡിഫിക്കൽട്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ. ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ എന്താണ്? നിങ്ങൾ ഇംഗ്ലീഷിൽ പല രീതിയിലുള്ള ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് കണ്ടിട്ടുണ്ടാവും. ലൈക്ക് എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഡസ് ലെൻഡ് ആൻ ഇയർ, ആപ്പിൾ ഓഫ് യുവർ ഐ, ഹാവ് എ ഗ്രീൻ തം, ഫ്രം ഹാൻഡ് ടു മൗത്ത്. ഇങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾ കാണാം. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഡസ് ലെൻഡ് ആൻ ഇയർ എന്ന് പറയുന്നത് പൈസ കടം കൊടുക്കുന്നത് പോലെ തന്നെ ചെവി കൊടുക്കുക എന്നുള്ളതാണോ? അല്ല, ലിസൺ ടു സമ്മൺ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതുപോലെ ഫ്രം ഹാൻഡ് ടു മൗത്ത്. ഫ്രം ഹാൻഡ് ടു മൗത്ത് എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിത രീതിയാണ്. ആകെ കൂടി ജീവിക്കാൻ അപ്പോൾ നടക്കേണ്ട കാര്യങ്ങൾക്കുള്ള പൈസ മാത്രമുള്ള വ്യക്തിയാണ് ഹാൻഡ് ടു മൗത്തിലാണ് അയാൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആപ്പിൾ ഓഫ് ദ ഐ, നിങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലായ വ്യക്തിനെയാണ് ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറയാം. ഗ്രീൻ തം എന്ന്, ഹാവ് എ ഗ്രീൻ തം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റ്സ് ഗ്രോത്ത് ചെയ്യാൻ, അതുപോലെ തന്നെ ഗാർഡനിങ് ചെയ്യാനൊക്കെ കഴിവുള്ള വ്യക്തിയാണ് ഹാവ് എ ഗ്രീൻ തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് നിങ്ങൾ പഠിക്കേണ്ടി വരും. കുറേ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെയാണ് ഐ റെഫ്യൂസ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ. സെക്കൻഡ് ഫിഡിലിൻ്റെ മീനിങ് എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്ലേ സെക്കൻഡ് ഫിഡിൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു മൈനർ റോള് പ്ലേ ചെയ്തിട്ട് മടുത്തു, ഞാനിനി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ റെഫ്യൂസ് ടു പ്ലേ സെക്കൻഡ് ഫിഡിൽ, എനിക്കതിന് താല്പര്യമില്ല. ഐ ഹാവ് ഹാഡ് ഇനഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ സിറ്റുവേഷൻ കൊണ്ട് അൺഹാപ്പിയാണ്, അതുകൊണ്ട് ഞാൻ ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ്, എനിക്കത് നിർത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ആം പ്രസ്ഡ് ഫോർ ടൈം എന്ന് വെച്ചാൽ ഞാൻ വളരെ ധൃതിയിലാണ്, വേഗത്തിലാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് എ ഹെഡ് ലൈക്ക് സീവ്, അരിപ്പ പോലെയുള്ള തല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ വേഗം കാര്യങ്ങൾ മറന്നു പോകും എന്നുള്ളതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് നിങ്ങൾ പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് ഫോർമൽ ഇൻഫോർമൽ എക്സ്പ്രഷൻ ഓർ അപ്രൂവ്ഡ് ഓർ ഡിസപ്രൂവ്ഡ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ പല കോണ്ടെക്സ്റ്റിലും ഇപ്പോൾ വളരെ ഫോർമൽ എന്ന് വെച്ചാൽ നല്ല ഒഫീഷ്യലായി സംസാരിക്കും. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റാഫ്, ഓഫീസ് മാനേജർ, ഇങ്ങനെയുള്ള സംസാരിക്കുന്ന സ്ഥലത്ത് ഫോർമൽ ആയിട്ടുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കാവൂ എന്ന് പറയും. ചില സമയത്ത് നമ്മൾ അറിയാതെ ഇൻഫോർമൽ ഭാഷ പറഞ്ഞു പോകും. ഇപ്പം നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുകയാണ്, അപ്പം നമ്മുടെ സാർ അവിടെ ഇരിക്കുകയാണ്. ഹായ് ബ്രോ, ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവിടെ നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കണം അല്ലേ? ഗുഡ് മോർണിംഗ് സാർ എന്നുള്ള രീതിയിൽ സംസാരിക്കണം. സോ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാം. ഇതൊരു ഇഷ്യൂ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സിസി എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഫോർമലാണോ ഇൻഫോർമലാണോ? ഇൻഫോർമലാണ്, ഡിസപ്രൂവ്ഡ് ആണ്, നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു വാക്കാണ്. ഡേർട്ട് ചീപ്പ് എന്ന് പറയുമ്പോൾ ഇൻഫോർമലാണ്, അപ്രൂവ്ഡ് ആണ്. ഇൻ സം ഒക്കേഷൻ വി ക്യാൻ യൂസ് ദാറ്റ്. സോപ്പോറിഫിക് അത് ഫോർമലാണ്, അപ്രൂവ്ഡ് ആണ്. ലൊഡേറ്ററി ഫോർമലാണ്, അപ്രൂവ്ഡ് ആണ്. ഇങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹിപ്പോണിംസ്. നെക്സ്റ്റ് വരുന്നത് ഹിപ്പോണിംസ് ആണ്. ഹിപ്പോണിംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കാറ്റഗറിയിൽ പെടുന്ന സാധനങ്ങളെയാണ് ഹിപ്പോണിംസ് എന്ന് പറയാം. വേർഡ് കാറ്റഗറീസ് എന്ന് പറയും. സൂപ്പർ ഓർഡിനേറ്റ് ആൻഡ് ഹിപ്പോണിംസ് അങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്നാലേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. സൂപ്പർ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സൂപ്പർ ഓർഡിനേറ്റ് ആണ്. ഈ കാറ്റഗറിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ആപ്പിൾ, ഓറഞ്ച്. അപ്പോൾ ഇത് അതിൻ്റെ ഹിപ്പോണിംസ് ആണ്. സൂപ്പർ ഓർഡിനേറ്റിൻ്റെ ഹിപ്പോണിംസ് ആണ് ആപ്പിൾ, ഓറഞ്ച്.
അങ്ങനെയുള്ളത് പഠിക്കണം. ഇപ്പോൾ ക്ലോത്ത്സിൻ്റെ ഹിപ്പോണിംസ് ഏതൊക്കെയാണ്? ഷർട്ട്, ട്രൗസേഴ്സ്, ഫ്രോക്ക്, കുർത്ത, അങ്ങനെ നിങ്ങൾ പഠിക്കണം. കളേഴ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഓർഡിനേറ്റ് ആണ്. അതിൻ്റെ ഹിപ്പോണിംസ് ഏതൊക്കെയാണ്? ബ്ലൂ, റെഡ്, വൈറ്റ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, അങ്ങനെ നമുക്ക് പറയാം. സോ അങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കൊളോക്കേഷൻ. നെക്സ്റ്റ് വരുന്നതാണ് കൊളോക്കേഷൻ. കൊളോക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വാക്കുകളെ ഒന്നിപ്പിച്ച് ഒരു പാർട്ട്ണർഷിപ്പാണ്, വേർഡ് പാർട്ട്ണർഷിപ്പ്. അതിനാണ് കൊളോക്കേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ 2 or more വേർഡ് ഒരുമിച്ച് പോകുന്ന 2 or more വേർഡ്, അതിനെയാണ് കൊളോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബ്രൈറ്റ് കളർ, ഫേവറേറ്റ് കളർ, കളർ ബ്ലൈൻഡ്, അതുപോലെ തന്നെ ഇൻ കളർ, ഫോട്ടോഗ്രാഫ്, കളർ ടെലിവിഷൻ, കളർ ഫിലിം, അങ്ങനെ അതുപോലെ തന്നെ ഐഡിയൽ ക്യാരക്ടർ, സെൻട്രൽ ഫിഗർ, ഗെയിൻഡ് സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലിപ്പോൾ ഈ സെൻട്രൽ ഫിഗർ അല്ലെങ്കിൽ ഐഡിയൽ ക്യാരക്ടർ ഇതൊക്കെ ഒരുമിച്ച് പോകുന്ന വാക്കുകളാണ്. ഐഡിയൽ ക്യാരക്ടർ ഇത് ഒരുമിച്ച് പോകുന്ന വാക്കുകളാണ്. ഇങ്ങനെയുള്ളതിനെയാണ് കൊളോക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഈസി വൺ ആണ്, ആൻറ്റോണിംസ് ആൻഡ് സിനോണിംസ്. ആൻറ്റോണിംസ് ആൻഡ് സിനോണിംസ്. ആൻറ്റോണിംസ് എന്ന് പറയുന്നത് വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്ക്. ഓപ്പോസിറ്റ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത് വാക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ഇപ്പോൾ ബിഗ് എന്ന വാക്ക് വലുതെന്നാണ് അർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്മോൾ. ഇതിനെയാണ് ആൻറ്റോണിംസ് എന്ന് പറയാം. സിനോണിംസ് എന്ന് പറയുന്നത് സിമിലർ, ഒരേ മീനിങ് വരുന്ന വാക്ക്. ഇപ്പോൾ എന്താണ്? സ്മോളിൻ്റെ ഒരെണ്ണമാണ് ടൈനി, ചെറുത്. ഇങ്ങനെയുള്ള വാക്കുകൾ. ഓക്കെ, ആൻറ്റോണിംസ് എന്താണ്? ഓപ്പോസിറ്റ്, വാക്കിൻ്റെ മീനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന വാക്ക്. ഇപ്പോൾ എന്താ? ഹോട്ട്, കോൾഡ്, അതുപോലെ ബിഗ്, സ്മോള്, ലാർജ്, സ്മോള്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ആൻറ്റോണിംസ്. സിനോണിംസ് എന്ന് പറയുന്നത് ഒരേപോലെ ആംഗ്രി, അനോയിഡ്, അപ്സെറ്റ്, ഇറിറ്റേറ്റഡ്, ഇതൊക്കെ ആംഗ്രിയുടെ സിനോണിംസ് ആണ്. ഇങ്ങനെ പറയുന്നതിനെയാണ് ആൻറ്റോണിംസ് ആൻഡ് സിനോണിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് ബിൽഡിംഗ്. എങ്ങനെ വാക്കുകൾ ഉണ്ടാക്കാം? ഫസ്റ്റ് വരുന്നത് അഫിക്സേഷനാണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? അഫിക്സേഷനാണ്. അഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ്, സഫിക്സ് ചേർക്കുക. ഒരു വാക്കിൻ്റെ കൂടെ പ്രിഫിക്സ്, സഫിക്സ് ചേർക്കുക. പ്രിഫിക്സ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ വെക്കുന്നതും സഫിക്സ് എന്ന് പറയുന്നത് ബാക്കിൽ വെക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഡിസെഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഡിസെഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്ക്. ഈ ഡിസെഗ്രിമെൻറ്റിൽ ഡിസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ ചേർത്തതാണ്. അതിന് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയും. മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡിസെഗ്രി എന്ന് പറഞ്ഞാൽ എഗ്രി എന്ന വാക്കിൻ്റെ മുമ്പിൽ ഡിസ് ചേർത്തു, മെൻറ്റ് ചേർത്തു, മെൻറ്റ് സഫിക്സ്. അപ്പോൾ പുതിയൊരു വാക്കുണ്ടായി, ഡിസെഗ്രിമെൻറ്റ്. ഗോട്ട് ഇറ്റ്? എഗ്രി എന്ന വാക്കിൻ്റെ മുമ്പിൽ പ്രിഫിക്സ് ആയിട്ട് ഡിസ് ചേർത്തു, സഫിക്സ് ആയിട്ട് മെൻറ്റ് ചേർത്തു. അപ്പോൾ ഡിസെഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി. ഇങ്ങനെ വേർഡ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം അൺ എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് മുന്നിൽ വെച്ചിട്ട് അൺകോമൺ, അൺഎബിൾ, അങ്ങനെയുള്ള വാക്കുകൾ. ഏബിളിൻ്റെ മുമ്പിൽ അണ്ണ് ചേർക്കുക, അതുപോലെ തന്നെ കോമണിൻ്റെ മുമ്പിൽ അണ്ണ് ചേർക്കുക. അപ്പോൾ ഒരു പുതിയ വാക്കുണ്ടായി. അതുപോലെ തന്നെ ഇം പോസിബിളിൻ്റെ മുമ്പിൽ ഇം വെച്ചപ്പോൾ ഇംപോസിബിൾ. അതുപോലെ പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ ഇം വെച്ചപ്പോൾ ഇംപേഷ്യൻറ്റ്. ഇങ്ങനെ ഒരു പുതിയ വാക്കുണ്ടായി. സോ ഇങ്ങനെയാണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആഡ് ചെയ്തിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ സഫിക്സ് ആയിട്ട് ഏജ്, ബാഗിൻ്റെ കൂടെ ഏജ്, ബാഗേജ്, പോസ്റ്റേജ്. അതുപോലെ തന്നെ ഡോം, കിങ്ഡം, സ്റ്റാർഡം, അങ്ങനെ കണ്ടിട്ടുണ്ടാവും. സ്റ്റാറിൻ്റെ കൂടെ ഡം, അതുപോലെ കിങ്ങിൻ്റെ കൂടെ ഡം. അപ്പോൾ അങ്ങനെ വാക്കുണ്ടായി. അതുപോലെ ഇസം, ഹീറോയിസം, ഹിന്ദുയിസം, ഹിന്ദു എന്ന വാക്കിൻ്റെ കൂടെ ഇസം ചേർത്തപ്പോൾ ഹിന്ദുയിസം, പുതിയൊരു വാക്കുണ്ടായി. സോ ഇങ്ങനെയാണ് അഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഫിക്സേഷൻ എന്ന് വെച്ചാൽ പ്രിഫിക്സും സഫിക്സും ഒരു ബേസ് വേർഡിൻ്റെ മുകളിൽ ആഡ് ചെയ്യുക, അങ്ങനെ ഒരു പുതിയ വാക്കുണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കോമ്പൗണ്ടിങ്. രണ്ട് വാക്കുകൾ ചേർത്ത് പുതിയൊരു വാക്കുണ്ടാക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുതിയൊരു വാക്ക് ഇൻഡിപെൻഡൻ്റ് ആയൊരു വാക്കായിരിക്കും. ബ്ലാക്ക് ബോർഡ്, ബ്ലാക്ക് എന്ന് പറയുന്നതും ബോർഡ് എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ വാക്കാണ്. ഇവ രണ്ടും കൂടി ചേർക്കുമ്പോൾ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വേർഡ് ഉണ്ടാവുന്നു. അത് ഇനിയും കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫ്ലവർ പോട്ട്, ആം ചെയർ. ആമും ചെയറും രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും കൂടി ചേർത്തപ്പോൾ
ആം ചെയർ, ഫ്ലവറും പോട്ടും രണ്ട് വ്യത്യസ്തമാണ്, രണ്ടും കൂടി ചേർത്തപ്പോൾ ഫ്ലവർ പോട്ട്, അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബ്രെയിൻ സ്റ്റോം രണ്ടും ഡിഫറെൻറ്റ് മീനിങ്സ് ഉള്ള വാക്കുകളാണ്, പക്ഷെ രണ്ടും കൂടി ചേർത്തപ്പോൾ എന്താണ് ബ്രെയിൻ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാക്കുണ്ടായി. സോ ദാറ്റ് ഈസ് കോമ്പൗണ്ടിങ്. ഇങ്ങനെ നിങ്ങൾക്ക് വേർഡുകൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. ശരിക്കും വേർഡ് ഫോർമേഷന് ഒരുപാട് വേസ് ഉണ്ട്, അതിൽ രണ്ടെണ്ണം മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒന്ന് അഫിക്സേഷൻ. അഫിക്സേഷൻ എന്ന് പറയുന്നത് ബേസ് വേർഡിൻ്റെ മുകളിൽ പ്രിഫിക്സും സഫിക്സും ആഡ് ചെയ്ത് പുതിയൊരു വാക്കുണ്ടാക്കുന്നതിനെയാണ് അഫിക്സേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് കോമ്പൗണ്ടിങ്. രണ്ട് വ്യത്യസ്ത വാക്കുകളെ ഒരുമിച്ച് ചേർത്ത് പുതിയൊരു വാക്കുണ്ടാക്കുന്നതിനെയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. ഇനി ഡിക്ഷണറീസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, തെസോറസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഡിക്ഷണറീസ്? എന്താണ്? നമ്മൾ പ്രൊനൗൺസിയേഷൻ, മീനിങ്, സ്ട്രെസ്സ്, വേർഡിൻ്റെ ഗ്രാമർ, അതുപോലെ ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് കേസ് ആണോ, കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നൊക്കെ മനസ്സിലാക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിക്ഷണറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. തെസോറസ് എന്തിനാണ്? ഒരേ വേർഡിൻ്റെ സിമിലർ വേർഡ്സുകൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ തെസോറസ് യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളതും വെച്ച് നമുക്ക് വേർഡ്സ് പഠിക്കാം എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ദ 2 chapter യു ഹാവ് ടു സ്റ്റഡി ഇൻ ദിസ് ബ്ലോക്ക്. 3rd chapter നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഐ ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. I will be here. Okay, so that's all about today. Thank you.